Hi, I'm Thesnim Azeez. In the recipe, I Amazon ഒരു 4-5 സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഈ ഒരു ബോക്സ്. ഞാൻ ശരിക്കും കണ്ണൂരാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ നാട്ടിൽ വരുമ്പോഴാണ് ഈ വീട്ടിൽ താമസിക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മസാലകളെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇതിൻ്റെ മുടിയുണ്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. നിങ്ങളങ്ങനെ യൂസ് ചെയ്യാറുണ്ടോയെന്ന് അറിയില്ല. എല്ലാം കൂടെ ഒന്ന് കണ്ണൂർ ഞാൻ അങ്ങനെയല്ല, എല്ലാം സെപ്പറേറ്റ് ബോട്ടിലായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് ഇവിടെ എപ്പോഴെങ്കിലും നമുക്ക് കുറച്ചേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാനുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു നല്ലത് വാങ്ങാമെന്ന് ഒരാശ വന്നു. അപ്പോൾ ഞാനും ഇത് ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഇങ്ങനത്തെ മസാല ബോക്സ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ പറയണേ, കമൻറ്റ് ചെയ്യണേ. മരത്തിൻ്റെ ഒരു സ്പൂണുണ്ട്. മരത്തിൻ്റെ സ്പൂണുണ്ട്. മസാല ബോക്സാണ് കേട്ടോ. ഇതെല്ലാം റിമൂവബിൾ ആയിട്ടുള്ളത്. കുറച്ചുകൂടെ സൈസ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അത്ര സൈസ് ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ എനിക്കിഷ്ടമായി. ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവം മുടിക്ക്. ഇത് ഗ്ലാസ് അല്ല, അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടുന്നുള്ളൊരു അതെനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. നമുക്ക് ഓരോന്നിൽ നിറയ്ക്കാം. ഐശ്വര്യമായിട്ട് മഞ്ഞൾപ്പൊടി തന്നെ ആദ്യം നിറയ്ക്കാം. മുളക് പൊടി, ഇത് മല്ലിപ്പൊടി. ഇതിങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായി തോന്നിയിട്ട്. മല്ലിപ്പൊടി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്നിച്ച് തന്നെ നമുക്ക് എപ്പോഴും ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ നമുക്കിത് മൂന്നും ആവശ്യമാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് മറ്റേ ബോട്ടിൽ തുറക്കേണ്ടി വരുന്നില്ല. ഇത് യൂസ് ചെയ്ത് വന്നപ്പോൾ എനിക്കൊരു കംഫർട്ടബിളായിട്ട് തോന്നി. ഞാൻ ആദ്യം അങ്ങനെ ഒരു ഉദ്ദേശത്തിലായിരുന്നില്ല ഈ മസാല ബോക്സ് ഉണ്ടാക്കി. ആദ്യം അങ്ങനെ ഒരു ഉദ്ദേശത്തിലായിരുന്നില്ല മസാല ബോക്സ് ചെയ്ത്. പെരിഞ്ചീരകം, ഉലുവ, ചെറിയ ജീരകം, കടുക്, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്. പെട്ടെന്ന് ആവശ്യമുള്ള സ്പൈസസ്. ഇതിൽ തന്നെ ഒരു മരത്തിൻ്റെ സ്പൂണുണ്ട്, അതും വയ്ക്കാം. ക്ലോസ്. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്ത്, പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യരുത്. ഷെയ്ക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാതെ നോക്കണം. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ച് അതേ പ്രോഡക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഒരു ഓയിൽ ക്യാനാണ്. സാധനങ്ങൾ പുതിയ സാധനങ്ങൾ കേൾക്കുമ്പോഴേ സന്തോഷമല്ലേ. നല്ല പാക്കിംഗ് ആണ് കേട്ടോ. ഞാൻ ആ മസാല സ്പൈസ് ബോക്സിൻ്റെ ടോപ്പ് ഗ്ലാസ് ആവും, അപ്പോൾ ഗ്ലാസ് പൊട്ടുമെന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ ജഗ്ഗും. എനിക്ക് ക്യാനൊരു പേടിയുണ്ടായിരുന്നു. ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ്, തുറന്നു നോക്കുന്നത്. ഇഷ്ടമല്ല. ഇവിടെ ഒരു റബ്ബർ ഇതൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ടൈറ്റായിട്ട് നിൽക്കും. ഇവിടെ വരെ ആകുമ്പോഴേക്കും 1 ലിറ്റർ ആവും കേട്ടോ. 1 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഇതൊന്ന് തുടച്ചിട്ട് വരാം. തുടച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒഴിക്കാൻ പറ്റും. നല്ല ബോട്ടിലല്ലേ. ഞാൻ എപ്പോഴും ഓയിൽ ക്യാൻ നല്ല ഭംഗിയുള്ളത് നോക്കാറുണ്ട്. ഇവിടെ നിന്ന് നല്ലൊരു ഓയിൽ ക്യാൻ അങ്ങനെ കിട്ടാറില്ല.
കുറച്ച് കട്ടിയുള്ള തന്നെയാണ് കേട്ടോ, അല്ലാതെ നമ്മൾ മറ്റേ പെട്ടെന്ന് പൊട്ടുന്നുണ്ടല്ലോ അതല്ല. ഫെമോറ, ഞാൻ പറയുന്നത് തെറ്റി പോകുന്നറിയില്ല കേട്ടോ, ഇതിന് എഴുതിയിരിക്കുന്ന ഫെമോറ. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തത് വലിയൊരു ബോക്സാണ്, പക്ഷേ വലിയ സംഭവമൊന്നുമില്ല. ഇതെന്താണെന്നറിയാം, എനിക്ക് സവാള, തക്കാളി ഇങ്ങനത്തെയൊക്കെ ഇട്ട് വയ്ക്കാറുണ്ട്. മൂന്ന് ബാസ്ക്കറ്റ് ഉണ്ട്. പുതിയ ഇതിങ്ങനെ ചെയ്യുമ്പോഴേ നല്ല ഊഞ്ഞാലടന്നുണ്ട്. അടുത്തത് അതിൻ്റെ തൊട്ട് താഴെ സൈസുള്ളത്, അതും ഊഞ്ഞാലടന്നത്. സവാളയിൽ അത്യാവശ്യം കൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി. അടുത്തത് എഗ് സെപ്പറേറ്ററാണ്. എൻ്റെ അടുത്തുള്ള എഗ് സെപ്പറേറ്ററിൽ ശരിക്ക് വൈറ്റ് മാത്രമല്ല യെല്ലോ ആയിട്ട് കൂടെ താഴേക്ക് വരും. അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഒരെണ്ണം വാങ്ങണം. ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ, ഒരു മുട്ട എടുത്തിട്ട്. കറക്റ്റായിട്ട് വന്നോടെ. ചിലതിങ്ങനെ വരാറില്ല. എൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ ഉള്ള ഇതിലിങ്ങനെ യോക്ക് കറക്റ്റായിട്ട് എനിക്ക് കിട്ടാറില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും യോക്ക് അതിനകത്തേക്ക് കൂടെ അങ്ങ് പോകും. അപ്പോൾ ഇത് ഇനി അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറഞ്ഞു തരാനൊന്നും അറിയില്ല കേട്ടോ. ഈ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് നല്ല ലൈറ്റിങ് കുറവുണ്ട് എൻ്റെ ഫോട്ടോസിനെ. അപ്പോൾ അതിനുള്ള ഒരു കാര്യം ഞാനത്ര ഫോട്ടോഗ്രാഫി എന്നതിൻ്റെ അത്ര കറക്റ്റൊന്നുമില്ല. കുക്ക് ചെയ്യാൻ അറിയാമെന്നല്ലാതെ ഏഷ്യാനെറ്റിലാകുമ്പോൾ അതൊന്നും അറിയണ്ടല്ലോ. ഇത് പിന്നെ കുറേ ട്യൂബുകളും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ യൂസർ ഇതിൻ്റെ എങ്ങനെയാണ് ഇത് വെക്കേണ്ടതെന്നൊക്കെ ഇതിലുണ്ട്. ഇതിൻ്റെ ശബ്ദം കേട്ടിട്ടെ ഞാൻ വിചാരിച്ചത് പൊട്ടുന്നത് എന്തോ ആണ്. അതൊന്നുമല്ല. ഇത്രയും സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ എങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കൊരു പിടിയില്ല. എന്താ ചെയ്യേണ്ടതൊന്നും ഒരു പിടിയില്ല. എൻ്റെ ഇൻസ്ട്രക്ഷനിൽ പറയണത് ഇത് വെച്ചൊരു ക്യൂബ് ഉണ്ടാക്കണം. ഇത് രണ്ടും വെച്ചിട്ട് നോക്കാമല്ലേ. എനിക്ക് കുക്ക് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. ശരിക്കും എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊന്നും അറിയില്ല. എനിക്കെൻ്റെ മോനെയൊക്കെ ഓർമ്മയുണ്ട്. അവരാണെങ്കിൽ ഇതൊക്കെ ചെയ്തു തന്നേനെ എനിക്ക്. സ്ക്വയറാക്കി എടുത്ത് കേട്ടാ. ഇനി അടുത്ത് നോക്കാം.
രണ്ടെണ്ണം എക്സ്ട്രാ തന്നിട്ടുണ്ട്. എന്നെപ്പോലെയുള്ളവർ ഇത് വല്ലതും പൊട്ടിച്ചാൽ വയ്ക്കാനായിരിക്കും. നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ അറിയോ? അടുത്തത് സ്റ്റുഡിയോ കവർ വെച്ചിട്ട് ഇത് കവർ ചെയ്യണം. അത്ര ഏതാണിതിൽ സ്റ്റുഡിയോ കവറിന് പോലും അറിയാത്ത ഞാൻ. ഇതായിരിക്കും. എന്താ ചെയ്യേണ്ട? ഇതുമുണ്ട്. ഇതിലേതോ സ്റ്റുഡിയോ കവറിനൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഇത് പിന്നെന്തിനാ? വെച്ചൊന്ന് നോക്കട്ടെ. ഇതിലിനി ഈ ലൈറ്റ് ഫിറ്റ് ചെയ്യാനെന്ന് തോന്നുന്നു. അപ്പോഴാണത് ഇതുപോലെയുള്ള 2 LED ലൈറ്റ്സാണ് ഇത് തന്നിട്ടുള്ളത്. ഇത് ഇതിനകത്ത് വെക്കണം എന്നാണ് പറയുന്നത്. ഞാൻ കുറച്ച് സമയം ഇത് നോക്കിയിട്ട് ഒന്നും കൂടെ നോക്കട്ടെ. ഇതിപ്പോൾ കുറുക്കൻ്റെ കയ്യിൽ ആമേനെ കിട്ടുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അതേപോലെയാണ്. അതൊരു മാഗ്നറ്റാണ്. അപ്പോൾ അത് ഒരു വയറുണ്ട് പുറത്തേക്കിടെ ലൈറ്റിനുള്ളത്. ഇതൊന്ന് ഇനി കറണ്ട് കണക്ഷൻ കൊടുത്തു നോക്കട്ടെ. വാവ്, ഹാവ്, സമാധാനമായി. ഇതിൻ്റെ എല്ലാ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.